കോഴിക്കോട് MDMA-യുമായി പോലീസ് സ്റ്റേഷനിലെത്തിയ യുവാവ് പിടിയിൽ. നല്ലളം ചോപ്പൻകണ്ടി സ്വദേശി അലൻ ദേവാണ് അറസ്റ്റിലായത്. പോലീസ് ദേഹപരിശോധന നടത്തുന്നതിനിടയിൽ MDMA നിലത്തിടുകയായിരുന്നു. സിനോജ് തോമസ് ഉണ്ട് വിശദാംശങ്ങളുമായി. സിനോജ്, ഇതിപ്പോൾ എന്താണ് സംഭവിച്ചത്? പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ MDMA-യുമായി എത്തിയെന്നതാണോ, അതോ കസ്റ്റഡിയിലെടുത്ത യുവാവിൽ നിന്ന് MDMA കണ്ടെടുത്തതാണോ? രാത്രി നല്ലളം പോലീസ് വാഹന പരിശോധന നടത്തുന്നതിനിടയിൽ അലൻദേവിന്റെ ബൈക്ക് പിടികൂടിയിരുന്നു. സംശയകരമായ സാഹചര്യത്തിൽ പോകുന്ന കണ്ടപ്പോൾ ബൈക്ക് പിടിച്ചെടുക്കുകയായിരുന്നു. അങ്ങനെ പിടിച്ചെടുത്ത ബൈക്ക് തിരികെ വാങ്ങുന്നതിന് വേണ്ടിയാണ് അലൻദേവ്, 24 വയസ്സുള്ളൂ അലൻദേവിന്, നല്ലളം പോലീസ് സ്റ്റേഷനിലെത്തി. ആ സമയത്ത് അലൻദേവിന്റെ പെരുമാറ്റത്തിൽ പോലീസിന് ഒരു സംശയം തോന്നി. അങ്ങനെ ദേഹപരിശോധന നടത്താൻ പോലീസ് തീരുമാനിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ലഹരി വസ്തുക്കളോ അല്ലെങ്കിൽ ആയുധങ്ങളോ കയ്യിലുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് ദേഹപരിശോധന നടത്തിയത്. ആ ഘട്ടത്തിൽ അലൻദേവ് പറഞ്ഞു എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ദേഹപരിശോധന നടക്കുന്നിടയിൽ തന്നെ അലൻദേവ് പോക്കറ്റിൽ ഉണ്ടായിരുന്ന MDMA പാക്കറ്റ്, ഒരു 1.6 ഗ്രാമുള്ള പാക്കറ്റ് എടുത്ത് നിലത്തേക്ക് ഇടുകയായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് ഈ പാക്കറ്റ് നിലത്തേക്ക് ഇടുന്നത്. അങ്ങനെയാണ് പോലീസ് അലൻദേവിനെ അറസ്റ്റ് ചെയ്യുന്നത്. പോലീസ് പറയുന്നത് അലൻദേവ് ലഹരി ഉപയോഗിക്കുന്ന ആളാണ്, ലഹരി കച്ചവടം നടത്തുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. അലൻദേവിന് ഈ ലഹരി കൊടുത്തത് ആരാണ്, മറ്റാർക്കെങ്കിലും അലൻദേവ് ലഹരി കച്ചവടം നടത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഇതൊരു അപൂർവ സംഭവമാണ് നടന്നിരിക്കുന്നത്. ഒരു ബൈക്ക് പിടിച്ചതുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിലെത്തിയ ഒരാൾ ദേഹപരിശോധന നടത്തുന്നതിനിടയിൽ പോക്കറ്റിൽ നിന്ന് ലഹരി എടുത്ത് സ്റ്റേഷന് ഓഫീസിനകത്തിരുന്ന ഒരു സംഭവമാണ് കേരളത്തിൽ നടന്നിരിക്കുന്നത്. ഏതായാലും കോഴിക്കോട് സിറ്റി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നല്ലളം പോലീസ് സ്റ്റേഷനിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി വരികയാണ്. വിനീത. ശരി, സിനോജാണ് വിവരങ്ങൾ നൽകിയത്.